اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ബഹുമാന്യരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നടത്തേണ്ടി വന്ന ഒരു പരിപാടിയാണിത് എന്ന് എനിക്ക് മുമ്പ് നടന്ന സ്വാഗത ഭാഷണത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളെ പച്ചയായി വിമർശിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ പരിഹസിച്ചുകൊണ്ടും ഏതാനും വർഷങ്ങളായി സമൂഹത്തിൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ള മടവൂരിസത്തിന്റെ ദുരാരോപണങ്ങൾക്ക് ഒരു വിശദീകരണം നൽകുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും കേരള സമൂഹത്തിൽ തൗഹീദിന്റെ മാർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ തെരുവിൽ വിമർശിച്ചുകൊണ്ടും ജനമധ്യത്തിൽ അവഹേളിച്ചുകൊണ്ടും തങ്ങളുടെ ഗ്രൂപ്പിൻ്റെതായ നിലനിൽപ്പ് ആഗ്രഹിച്ചുകൊണ്ട് ദുരാരോപണങ്ങൾ ചൊരിയുമ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തെയാണ് തങ്ങൾ പരിഹസിക്കുന്നത് എന്ന് വിമർശകർ മനസ്സിലാക്കുന്നില്ല. തന്റെ എതിരാളികളെ തറവറ്റിക്കുക എന്നതിനപ്പുറം മറ്റൊരു ദൗത്യവും ഞങ്ങൾക്ക് നിർവഹിക്കാനില്ല എന്ന ഭാവത്തിലാണ് മടവൂരികൾ ദുഷ്പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മടവൂരിസത്തിന്റെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്.
ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആദർശമായ വിശുദ്ധ ഇസ്ലാമിന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് ആ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ പ്രമാണങ്ങളാണ്. ലോകത്ത് ഇതര സമൂഹങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നതിനപ്പുറം വ്യക്തമായ രേഖ മാനവ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും നിർണയിക്കപ്പെടുന്നത്. വിശ്വാസികൾക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹവും അതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധമായി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു. വിശ്വാസികളുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചയച്ചതിനാൽ ആ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ ആയത്തുകൾ ജനമധ്യത്തിൽ ആ പ്രവാചകൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുകയും വയുസക്കീഹിം, അതുവഴി അവരെ സംസ്കരിക്കുകയും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും ആ പ്രവാചകൻ ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുക വഴി, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുക വഴി, അവരെ സംസ്കരിക്കുക വഴി മുഅ്മിനുകളായ ആളുകൾക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു പ്രവാചകനെ കൊണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് ആ സമൂഹം വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന്. വഴിയറിയാത്ത സമൂഹത്തിന് വഴികാട്ടിക്കൊണ്ട് മാനവ സമൂഹത്തിന്റെ മുന്നിൽ ഖുർആനും സുന്നത്തും അവതരിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ആദർശമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം. അതുകൊണ്ട് ആ പ്രമാണങ്ങൾക്ക് ചെവി കൊടുക്കുക എന്നത് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിന്റെ 51-ാം സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ ലിയഹ്കുമ ബൈനഹും, വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ മുഅ്മിനുകളായ ആളുകൾ പറയുക, വിശ്വാസികളായ ആളുകൾ പ്രഖ്യാപിക്കുക, സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അത് മാത്രമായിരിക്കും മുഅ്മിനുകളായ ആളുകളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഏതൊരു വിഷയത്തിൽ അല്ലാഹു ഇന്നത് പറയുന്നു, റസൂലുള്ള ഇന്നത് പറയുന്നു എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ വിശ്വാസികൾ പിന്നെ പറയുന്ന മറുപടി അതെന്റെ ബുദ്ധിക്ക് പറ്റുമോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നല്ല, എന്റെ യുക്തിക്ക് അത് അനുകൂലമാണോ എന്ന് ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ എന്നല്ല, അത് നമ്മുടെ ശാസ്ത്രവുമായി യോജിക്കുന്നുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ച് വരട്ടെ എന്നല്ല. നേരെ മറിച്ച് അല്ലാഹു പറഞ്ഞോ റസൂല് പറഞ്ഞോ എങ്കിൽ സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ,
ഇക്കൂട്ടരാണ് അല്ലാഹുവിങ്കൽ വിജയികളായവർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യരുടെ ബാധ്യത, അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ള ഒരു കാര്യം നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശത്തിന് വഴങ്ങുക എന്നതാണ്. ഇതാണ് പൂർവസൂരികളുടെ നിലപാട്. ആ നിലപാടിന് വിപരീതം നിൽക്കുന്നവരാരോ അവർക്ക് ഈമാനിന്റെ രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസ രംഗത്ത് കടന്നു വരിക സാധ്യമല്ല, മുഅ്മിനായി തീരുക സാധ്യമല്ല. അതുകൊണ്ടാണ് സൂറത്തുൻ നിസാഇന്റെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك നിന്റെ റബ്ബിനെ തന്നെയും സത്യം, ലാ യുഅ്മിനൂൻ അവർക്ക് മുഅ്മിനാവുക സാധ്യമല്ല, വിശ്വാസികളാവുക സാധ്യമല്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിലോ നബിയെ അങ്ങേ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ ഒരിക്കലും അവർക്ക് മുഅ്മിനായി തീരുക സാധ്യമല്ല. അങ്ങനെ താങ്കൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ആ വിഷയത്തിൽ വിധി കൽപ്പിച്ചാൽ, ثم لا يجدوا في أنفسهم حرجا مما قضيت അങ്ങ് പറഞ്ഞ ആ വിധിയിൽ പിന്നെ അവർക്ക് യാതൊരുവിധ നീരസവും ബാധിക്കാൻ പാടില്ല, മാനസികമായ ഒരു പ്രയാസവും അനുഭവപ്പെടാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമാ പരിപൂർണമായി താങ്കൾ നൽകിയ നിർദ്ദേശം അത് ജീവിതത്തിൽ പാലിക്കാതെ, അത് ഉൾക്കൊള്ളാതെ നിന്റെ റബ്ബിനെ തന്നെ സത്യം അവർക്ക് മുഅ്മിനാവുക സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന് അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് അല്ലാഹുവിന്റെ വാക്കുകളും പ്രവാചകന്റെ നിർദ്ദേശങ്ങളും പാലിക്കുവാനുള്ള ഒരു മനസ്സാണ്. അതില്ലാതെ ഒരിക്കലും വിശുദ്ധ ഇസ്ലാമിന്റെ മാധുര്യം നുകരുക സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായി പ്രത്യേകം കൽപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. യാ അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ളവരെ, വിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കണേ. വഉലിൽ അംരി മിൻകും നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കുകയും വേണം. മനുഷ്യനെന്ന നിലക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ദീനിന്റെ കാര്യത്തിൽ വന്നാൽ പിന്നെ സ്വന്തം ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കുകയല്ല, നാട്ടാചാരം അനുസരിച്ചുകൊണ്ട് വിധി പറയുകയല്ല, നേരെ മറിച്ച് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ മാർഗം സ്വീകരിക്കലാണ്. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അല്ലാഹുവിന്റെ ഖുർആനിലേക്ക്, റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് പരിപൂർണമായി മടക്കുക എന്നതാണ്. അവിടുന്ന് ഒരു വിധി വന്നാൽ പരിപൂർണമായും അത് സ്വീകരിക്കുക എന്നതാണ്. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ മടവൂരിസം നിലനിൽക്കുന്നത്. ഈ വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തീരുമാനത്തെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് മടവൂരിസം പിരിച്ചുവിടേണ്ടി വരും. നമുക്കറിയാം,
ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ ശക്തമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണം നടത്തുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ എത്രമാത്രം നിസാരപ്പെടുത്താമോ അത്രമാത്രം നിസാരപ്പെടുത്തുക എന്നതാണ്. ഹദീസുകളെ നിസാരപ്പെടുത്താൻ കിട്ടുന്ന വേദി അത് ഒരിക്കലും പാഴാക്കുന്നില്ല എന്നതാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് സുപരിതനായ ഒരു വ്യക്തി തന്നെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വൽ ഖുർആൻ ഹുജ്ജത്തുൻ അലൈക എന്ന് പറഞ്ഞാൽ, ഹുജ്ജത്തുൽ ലക എന്ന് പറഞ്ഞാൽ, അല്ലെ ഹുജ്ജത്തുൻ അലൈക എന്ന് പറയുമ്പോൾ പടച്ചോൻ നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ല ചോദിക്കാം, ആദ്യം തന്നെ ചോദിക്കുന്ന ബുഖാരി എന്ന നമ്പർ ഹദീസിൽ പറഞ്ഞ മാതിരി പ്രവർത്തിച്ചോ, അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് പറഞ്ഞ മാതിരി നീ നടന്നോ എന്നല്ല ചോദിക്കുക. നബിസാസം തന്നെ പറയാണ്, എൻ്റെ ഖുർആനിൽ പറഞ്ഞ മാതിരി സൂറ ആൽ ഇംറാൻ, സൂറ നിസാ ഇന്ന സൂക്തത്തിൽ പറഞ്ഞ മാതിരി നീ പ്രവർത്തിച്ചോ എന്നാണ് ചോദിക്കാതെ നബിസാസം തന്നെ പറയാണ്. കണ്ടോ, നാളെ പരലോകത്തിൽ ചെല്ലുമ്പോ അല്ല ചോദിക്കുക ബുഖാരിയുടെ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചോ എന്നല്ല, അബൂദാവൂദിന്റെ ഹദീസ് അനുസരിച്ച് നീ പ്രവർത്തിച്ചോ എന്നല്ല, നേരെ മറിച്ച് ഖുർആനിന്റെ ആയത്തനുസരിച്ച് പ്രവർത്തിച്ചോ, ഇന്ന ആയത്തനുസരിച്ച് പ്രവർത്തിച്ചോ എന്നാണ് അള്ളാഹിന്റെ ചോദിക്കുക, അള്ളാഹിന്റെ ചോദ്യം ചെയ്യുക എന്നതാണ്. അപ്പൊ ബുഖാരിയിലെ ഹദീസ് അത് സ്വീകരിച്ചില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല, അബൂദാവൂദിന്റെ ഹദീസ് അത് സ്വീകരിച്ചില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം എന്താ, പരലോകത്ത് ചോദിക്കൂല. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ അതാണ് നിനക്ക് അനുകൂലമായ പ്രമാണം, അതുപോലെ നിനക്കെതിരായ പ്രമാണം. അതുകൊണ്ട് ഹദീസിനെ കുറിച്ച് പടച്ചവർക്ക് ചോദ്യം ഉണ്ടാവൂല. മാന്യ സഹോദരങ്ങളെ, ഇങ്ങനൊരു നിലപാട് കഴിഞ്ഞുപോയ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിട്ടില്ല. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാളെ കുറിച്ച് പറഞ്ഞു. എന്താണ് അയാളുടെ പ്രത്യേകത? ലാ അഅമലു ഇല്ലാ ബിമാ ഫീ കിതാബില്ലാഹ്. അയാൾ പറയാണ്, അയാളുടെ നിലപാടാണ് എന്ത്? അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചുകൊണ്ടല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നോക്കിയാൽ മതി. കാരണം ഖുർആനാണ് പരലോകത്ത് എനിക്ക് അനുകൂലമായും പ്രതികൂലമായും വരിക. അതുകൊണ്ട് ബുഖാരിയിലെ ഹദീസ് നോക്കേണ്ടതില്ല, അബൂദാവൂദിന്റെ ഹദീസിനെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യം ഉണ്ടാവൂല. ഈ രൂപത്തിൽ ഹദീസുകളെ മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ അതനുസരിച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ടല്ലാതെ അമൽ ചെയ്യുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചൊരു മനുഷ്യനെ കുറിച്ച് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വ്യക്തിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് അവൻ അഹ്മഖ് എന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹമുക്ക് അവനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹമുക്ക് അവനാണ്. ഇന്നക അഹ്മഖ്, ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി നീയാണ് എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും ഖുർആനിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ആ ഖുർആനിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് മാത്രം സ്വീകരിച്ചാൽ മതി, ഹദീസുകളെ കുറിച്ച് പരലോകത്ത് ചോദ്യമുണ്ടാവുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് അവർ പറഞ്ഞത്, ഇന്ന കിതാബല്ലാഹ് ജല്ല വഅലാ അഹ്കമ ദാലിക് വ ഇന്ന സുന്നത തുഫസ്സിറു ദാലിക്. തീർച്ചയായും അല്ലാഹുവിന്റെ കിതാബിൽ കാര്യങ്ങൾ വ്യക്തമായി ഖണ്ഡിതമായി പറഞ്ഞു, കാര്യങ്ങൾ വ്യക്തമായി അല്ലാഹു പഠിപ്പിച്ചു, ഹുക്കുമുകൾ അവൻ പഠിപ്പിച്ചു തന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, റസൂലുള്ളാഹിയുടെ ഹദീസുകൾ ആ ആയത്തിന് തഫ്സീർ തന്നു എന്ന നിലപാടാണ് പൂർവ്വസൂരികളായ ആളുകൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് അകന്നുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആൻ സ്വീകരിക്കുമ്പോൾ പ്രത്യേകമായി ഖുർആനിനെ മാത്രം കണ്ടുകൊണ്ട് ഹദീസിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കണം എന്ന ഒരു നിലപാട് പൂർവ്വസൂരികളായ ആളുകൾക്കുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവർ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനുള്ള, അതിന്റെ തഫ്സീർ മനസ്സിലാക്കാനുള്ള ഭാഗമായി കൊണ്ടാണ് ഹദീസുകളെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ പൂർവ്വസൂരികളായ ആളുകൾ പരലോകത്ത് വിചാരണ ചെയ്യുന്ന ഒരു കാര്യമായി തന്നെയാണ് ഹദീസുകളെ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ തന്നെയും അത് പറഞ്ഞു തന്നിട്ടുണ്ട്.
നാളെ പരലോകത്ത് ഹദീസിനെ കുറിച്ച് ചോദ്യം ഉണ്ടാവൂല എന്നല്ല ഖുർആൻ പറഞ്ഞത്. നാളെ റബ്ബിന്റെ അടുക്കൽ ഹദീസുകളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരൂല. ബുഖാരിയുടെ ഹദീസിനെ കുറിച്ച്, മുസ്ലിമിന്റെ ഹദീസിനെ കുറിച്ച്, അബൂദാവൂദിന്റെ ഹദീസിനെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ഉണ്ടാവൂല എന്ന നിലപാടല്ല ഖുർആൻ പഠിപ്പിച്ചത്. നേരെ മറിച്ച് ചോദ്യം ഉണ്ടാകുന്നതാണ്, ചോദ്യമുണ്ടാകുമെന്നതാണ്. അവിടെ എത്തുന്ന ആളുകളുടെ അഭിലാഷത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പലവരും ആവർത്തിക്കുന്നു. എന്താണ് പറയുന്നത്? വയൗമ യഅ്ളുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. യൗമ യഅ്ളുല്ലാലിമു അലാ യദൈഹി, അക്രമികളായ ആളുകൾ അവരുടെ വിരലുകൾ കടിക്കുന്ന ദിവസം. എന്നിട്ട് അവർ പറയുകയാണ്, ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, ഞാൻ റസൂലുള്ളാഹിയുടെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു. എവിടുന്നാ മുഹമ്മദ് നബിയുടെ ജീവിതം മനസ്സിലാക്കുക? എവിടുന്നാണ് റസൂലുള്ളാഹിയുടെ ജീവിതം പഠിക്കുക? എവിടുന്നാണ് റസൂലുള്ളാഹിയുടെ ചര്യ മനസ്സിലാക്കുക? ഹദീസിൽ നിന്നാണ്. ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച, അബൂദാവൂദ് ഉദ്ധരിച്ച, തുർമുദി ഉദ്ധരിച്ച, അങ്ങനെ മുഹദ്ദിസുകളായ ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ നിന്നാണ് റസൂലുള്ളാഹിയുടെ ജീവിതം, റസൂലുള്ളാഹിയുടെ മാർഗം മനസ്സിലാക്കുക. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂലാ. നാളെ നരകത്തിൽ, ആ നരകത്തിൽ അവരുടെ മുഖങ്ങൾ ഇളക്കി മറിക്കുന്ന സമയത്ത് അവിടെ കിടന്നവർ വിലപിക്കുകയാണ്, നരകപാപികൾ കരയുകയാണ്. കരഞ്ഞുകൊണ്ടവർ പറയുകയാണ്, യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂലാ, ഞാൻ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിനെ അനുസരിക്കെന്ന് പറഞ്ഞാൽ ഖുർആൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മൻ സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് നരകത്തിൽ കരയുന്ന ആളുകൾ കരഞ്ഞുകൊണ്ട് പറയുന്ന വാചകം യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂലാ, ഞാൻ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അള്ളാന്റെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്ങനെ അള്ളാന്റെ റസൂലിനെ അനുസരിക്കുക? അള്ളാന്റെ റസൂലിന്റെ മുഴുവൻ വാചകങ്ങളും ഖുർആനിലുണ്ടോ? അത് ഹദീസിലല്ലുള്ളത്. അപ്പൊ ഖിയാമത്ത് നാളിലെത്തിയാൽ ബുഖാരിലെ ഹദീസ്, മുസ്ലിമിലെ ഹദീസ്, അബൂദാവൂദിന്റെ ഹദീസ് അള്ളാഹ് ചോദ്യം ചെയ്യൂല എന്ന് പറഞ്ഞാൽ അത് ഖുർആനിക വിരുദ്ധമാണ്. നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ പോലും നരകപാപികളോട് മലായിക്കത്തുകൾ ചോദിക്കുന്ന ചോദ്യം, അല്ല മനുഷ്യരെ, നിങ്ങൾക്ക് മുന്നിൽ അള്ളാഹുവിന്റെ ദൂതന്മാർ താക്കീതുകാർ വന്നില്ലേ എന്നാണ്. താക്കീതുകാർ വന്നില്ലേ? ആ സമയത്ത് അവര് പറയുന്നു, ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. ഫകദ്ദബനാ ഫഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ആ താക്കീതുകാർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഇങ്ങനൊന്നും അള്ളാഹ് അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കളവ് പറയുകയാണ്, വ്യാജം പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഞങ്ങൾ പഴിച്ചു, മടക്കി അയച്ചു എന്നാണ് അവരവിടെ വെച്ച് മറുപടി പറയുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ച് ചോദ്യം ഉണ്ടാവും. എന്നാൽ മടവൂരികൾ പരസ്യമായി പ്രസംഗിക്കുകയാണ്, ബുഖാരിലെ ഹദീസിനെ കുറിച്ച് അള്ളാഹിലേക്ക് ചോദ്യം ഉണ്ടാവൂല. പറയുന്നത് കേട്ടാൽ ബുഖാരി ഇമാമ് സ്വന്തമായിട്ട് എന്തോ അഭിപ്രായം പറഞ്ഞാണ് ബുഖാരിലെ ഹദീസ് എന്ന് തോന്നും. മുസ്ലിമിലെ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇമാം മുസ്ലിം തന്റെ വായി തോന്നിയത് എഴുതി വെച്ചതാണ് എന്ന് തോന്നും. അബൂദാവൂദ് അങ്ങനെ എഴുതി വെച്ചതാണെന്ന് തോന്നും. പക്ഷേ ആ ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയവരെല്ലാം അറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകളെ ക്രോഡീകരിക്കുക മാത്രമാണ് ഇമാം ബുഖാരി ചെയ്തത്, മുസ്ലിം ചെയ്തത്, അബൂദാവൂദ് ചെയ്തത് എന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ വാക്ക് അത് വന്നു കിട്ടിയത് സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. ഇനി അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, നേരെ മറിച്ച് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത് ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല എന്നാണ്. ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. ഞാൻ വെറുതെ പറയല്ല, അദ്ദേഹം തന്നെ പറയട്ടെ, നിങ്ങൾ ആ വാചകം കേട്ടോളൂ. അപ്പൊ ഒന്നാമത് ഖുർആൻ തന്നെ പ്രശംസിച്ചത്
പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് തന്നെയാണ്. രണ്ടാമത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ സൂറത്ത് ഹിജ്റിൽ അല്ലാഹ് പറഞ്ഞു, ഈ വേദഗ്രന്ഥത്തെ ഞാനാണ് അവതരിപ്പിച്ചത്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഡിമാൻഡ് ഒരിക്കലും ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് ഖുർആൻ നൽകിയിട്ടില്ല. കണ്ടോ, അതാണ് ഹദീസിന്റെ രണ്ടാമത്തെ പോരായ്മ. ഖുർആൻ പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനെ സംരക്ഷിക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഹദീസ് ഗ്രന്ഥങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടില്ല. എന്തിനാ ഇത് പറയുന്നത്? ഹദീസിന്റെ വില പറയാനാ? അതിന്റെ മഹത്വം പറയാനാ? അതിന്റെ ഗുണം പറയാനാ? അത് സ്വീകരിക്കണമെന്ന് പറയാനാ? അല്ല, നേരെ മറിച്ച് ഹദീസിന് അത്ര വിലയുള്ളൂ. ഖുർആനിന്റെ ക്രോഡീകരണം, അതുപോലെ തന്നെ അതിന്റെ സംരക്ഷണം, ഇതൊക്കെ അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ഹദീസിന്റെ സംരക്ഷണം അല്ലാഹ് ഏറ്റെടുത്തിട്ടില്ല എന്നാണ്. എന്നാ മാന്യ സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം മനസ്സിലാക്കിയ ആ വിഷയത്തിൽ അറിവെന്താന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. അതുകൊണ്ട് അതിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ്. അല്ലാഹ് ഏറ്റെടുക്കാതെ പോയില്ല. കാരണം ഹദീസ് ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം മനസ്സിലാകൂ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം മനസ്സിലാകൂ, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഹദീസുകൾ ആവശ്യമാണ്. എന്നാൽ ആ ഹദീസിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏതെല്ലാം പിഴച്ച കക്ഷികൾ ഉണ്ടായി, ഖവാരിജികൾ വന്നു, മുഅ്തസിലികൾ വന്നു, ശിയാക്കൾ വന്നു, അതുപോലെ തന്നെ പിന്നീട് ഇസ്ലാമിന്റെ പുറത്തു നിന്ന് ഓറിയന്റലിസ്റ്റുകൾ വന്നു. അങ്ങനെ നാനാ തരത്തിലും ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടായിട്ട് പലപ്പോഴും ലാട്ടുകണക്കിന് കള്ള ഹദീസുകൾ നിർമ്മിച്ചു വിട്ടിട്ട്, വ്യാജ ഹദീസുകൾ നിർമ്മിച്ചു വിട്ടിട്ട് എപ്പോഴും ഏതൊരു അവസ്ഥയിലും പ്രതിസന്ധിയിലായി പോകാവുന്ന ഒരു ഘട്ടത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇന്നും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ കൃത്യമായി പിടിക്കാനുള്ള ശാസ്ത്രീയമായ ഒരു സംവിധാനം ഹദീസിന്റെ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു കള്ള ഹദീസ് ഉണ്ടാക്കിയിട്ട് നബിയുടെ മേൽ ചാർത്തിയാൽ അത് പിടിക്കാനുള്ള ഒരു സംവിധാനം ഹദീസിന്റെ മേഖലയിലുണ്ട്. ആർക്കും ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി വിടുക സാധ്യമല്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് പിടിക്കപ്പെടും. അങ്ങനെ ഹദീസിന്റെ സംരക്ഷണം ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും സാധ്യമാവുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മടവൂരി പറയാ, എന്ത്? ഹദീസിന്റെ സംരക്ഷണം അല്ലാഹ് ഏറ്റെടുത്തിട്ടില്ല, ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തുടങ്ങാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രസംഗിച്ച എന്റെ ബഹുമാന്യനായ സുഹൃത്ത് അലിമുല്ല പറയുന്നത്, അദ്ദേഹം വിശദീകരിക്കുന്നത്, നമ്മുടെ സലാം സുല്ലമി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ഏതെങ്കിലും ഒരു ഹദീസ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവാ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കൊണ്ടുവാ എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. നേരെ മറിച്ച് അതിനോടൊപ്പം അദ്ദേഹം ചേർത്ത് പറയുന്നത്, സലാം സുല്ലമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസും അദ്ദേഹം നിഷേധിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു ഹദീസ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞ വിശദീകരണം അതിന് ചുവട്ടിൽ കൊടുക്കുക എന്നത് മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സലാം സുല്ലമി നിഷേധിച്ച ഒരു ഹദീസ് കൊണ്ടുവാ എന്ന് പറഞ്ഞ് നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരുപാട് കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. പിന്നെ ലോകത്ത് കഴിഞ്ഞു പോയ പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു വാറോല കൊണ്ടുവന്ന് വെക്കാം എന്ന രൂപത്തിലാണ് ആ വാചകത്തിന് ഈ മൊല്ലമാർ ഒരു അടിക്കുറിപ്പ് കൊടുക്കുന്നത്. എന്താ അടിക്കുറിപ്പ്? മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മാത്രമാണ് സുല്ലമി ചെയ്യുന്നത് എന്നാണ്. എന്നാ മാന്യ സഹോദരങ്ങളെ, മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ അടയാളം തന്നെ ഹദീസുകളെ പുച്ഛിക്കലാണ് എന്നതിന്, നിഷേധിക്കലാണെന്നതിന് നമ്മളിനി ഒരു ആരോപണം കെട്ടിപ്പറഞ്ഞിട്ട് സമ്മതിക്കേണ്ടതില്ല. നേരെ മറിച്ച് തുറന്നവര് പറഞ്ഞു, സലാം സുല്ലമി തന്നെ തുറന്ന് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? പലവരും കേട്ടത് ഒന്നുകൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലരും മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ, സഫുകളില്ല,
അകറ്റാ ഇങ്ങനെ ചെയ്യുന്നത് സുല്ലമിയുടെ അഭിപ്രായത്തിൽ നോക്കി ഇതെന്നെയാ വന്നത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയലാതെ കൂട്ടരെ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്, ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ബുഹാരിയുടെ ഹദീസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇമാം ബുഹാരി ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ 60 ഹദീസ് ദുർബലാക്കിയിട്ട് അതുകൊണ്ട് മുജാഹിദികൾക്ക് എന്ത് നഷ്ടം സംഭവിച്ചെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. 1-2 വട്ടം അദ്ദേഹം അതേ കാസറ്റിൽ തന്നെ ആ വിവരം ആവർത്തിക്കുന്നുണ്ട്. ഞാൻ 60 ഹദീസ് ദുർബലാക്കിയിട്ട് എന്ത് നഷ്ടമാണ് സംഭവിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് പലവരും കേട്ടതാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ച അലിയും അത് കേട്ടു, അതുപോലെ തന്നെ മടവൂരികളും കേട്ടു. എന്നാലും പിന്നെയും നമ്മെ വെല്ലുവിളിക്കാണ്, നിങ്ങള് സലാഹുല്ലമി നിഷേധിച്ച ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസിന്റെ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കുമോ? സുബ്ഹാനല്ലാഹ്, അത് നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ആ ലിസ്റ്റ് ഒന്ന് ഇതാ, ആ ലിസ്റ്റ് ഒന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ, ആ ലിസ്റ്റിംഗ് ഇതാ, ഏതൊക്കെയാണ് 60 ഹദീസ്? അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്? അദ്ദേഹം തുറന്നു പറയുന്നു, 60 ഹദീസുകളെ ഞാൻ ദുർബലാക്കിയിട്ട് മുജാഹിദുകൾക്ക് ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ? മുജാഹിദുകളൊന്നും അത് സ്വീകരിച്ചില്ല. ഇയാള് ഹദീസ് ദുർബലാക്കുമ്പോ ആ ദുർബലാക്കുന്നതിന്റെ പിന്നാലെ കൂടാനുള്ള നല്ല മുജാഹിദുകൾ. നേരെ മറിച്ച് അതിപ്പോ സലാഹുല്ലമി പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ മുജാഹിദുകള്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾക്ക് ഒരു സുന്നത്ത് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ മതിയാക്കുന്നില്ലെങ്കിൽ, ആ വാചകം കൊണ്ട് മതിയാക്കുന്നില്ലെങ്കിൽ, വളരെ മാന്യമായി ഒരു വിഷയം മാത്രം ഈ സമയത്ത് ഇവിടെ എന്റെ സഹോദരങ്ങളുടെ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിലൊന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം തൊള്ളോണ്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ അദ്ദേഹത്തിന് അത് പറയുകയും വേണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു സാങ്കല്പിക ലോകത്തേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, മേറാജ് എന്നൊരു സംഭവം ഉണ്ട്. ആ മേറാജ് എന്ന സംഭവത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടി എന്ന് സങ്കല്പിക്കുക. അത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചെന്ന് സങ്കല്പിക്കുക. എങ്കിൽ തന്നെ അത് ഖുർആനെതിരാണ്, അത് സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ സങ്കല്പ മസാല മൂപ്പരുണ്ടാക്കാൻ. അതുകൊണ്ട് ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം അദ്ദേഹത്തിന്റെ വാചകം നിങ്ങൾ കേൾക്കുകയാണ്. ഷാഫി ഇമാമിന്റെ തത്വപ്രകാരം ഖുർആൻ പറഞ്ഞു, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല എന്ന് പറഞ്ഞു. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ വിളിച്ചു തേടി നോക്കൂ, ഒരു ഉപകാരവും ഉപദ്രവവും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആൻ കണിശമായി പല മരിച്ചവരെ വിളിച്ച് തേടിയാൽ ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. ഇപ്പൊ നമ്മുടെ മതപണ്ഡിതന്മാര് പറയുന്ന മാതിരി മീറാജ് സംഭവം നമ്മൾ എടുക്കുക. മുഹമ്മദ് നബി മരിച്ചുപോയ മൂസാ നബിനെ വിളിച്ച് തേടിയെന്ന് ഞങ്ങൾ സങ്കല്പിക്കുക. 50 റക്അത്ത് നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ മുഹമ്മദ് നബി ഭൂമിയിൽ നിന്ന് വെച്ച് മൂസാ നബിയെ അത് 45 ചുരുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ സങ്കല്പിക്കുക. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ സങ്കല്പിക്കാം. എങ്കിൽ വരെ തട്ടിക്കോളമെന്ന് ഷാഫി പറയാണ്. അങ്ങനെ മരണപ്പെട്ട ഉപകാരം ചെയ്യൂല എന്ന് പറയുമ്പം ഖുർആനെ കൊണ്ട് തന്നെ ഓതണം ചെയ്യുമെന്ന്. അത് ഹദീസ് ഉദ്ധരിച്ചാൽ പോരാ. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും. നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ അവർ നിങ്ങളെ വിളി കേൾക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ മരണപ്പെട്ടവർ വിളി കേൾക്കൂല എന്ന് ഖുർആന്റെ നസ്സാണ്, ഗണ്യത അഭിപ്രായമാണ്. അപ്പോൾ മരണപ്പെട്ടവർ കേൾക്കുമെന്നതിന് ഹദീസ് ഉദ്ധരിച്ചിട്ട് ഫലമില്ല. ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. എങ്കിൽ വരെ ഫലമില്ല. ഷാഫി പറയാണ്, ഖുർആനെ നേരിടണമെങ്കിൽ, ഖുർആന്റെ ആശയത്തെ എതിർക്കണമെങ്കിൽ ഖുർആൻ തന്നെ ആവശ്യമാണ്, ഹദീസിന് അവകാശമില്ല എന്ന് വരെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി റിസാലി പറയാം. വമ്പം പൊട്ടത്തരാ പറയണത്. ഒരു വലിയ ബുദ്ധിജീവിയാണെന്നാ പറയല്. ബുദ്ധിക്കനുസരിച്ച് സ്വീകരിക്കണം എന്നാണ്. ഖുർആനിന്റെ ഒരു ആയത്തിനെ എതിർക്കണമെങ്കിൽ ഖുർആൻ ആയത്തുകൊണ്ടേ പറ്റൂ. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഖുർആന് വൈരുദ്ധ്യം വേണം. ഖുർആനിന്റെ ഒരു ആയത്തിനെ എതിർക്കണമെങ്കിൽ എന്തായത്തുകൊണ്ടേ പറ്റൂ? ഖുർആൻ ഒരു ആയത്തുകൊണ്ടേ പറ്റൂന്ന്. അപ്പൊ ഖുർആനിന്റെ ഒരു ആയത്തിനെതിരായ ഒരു ആയത്തുണ്ടാകണം. അപ്പൊ എന്ത് വരണം? ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാകണം. അല്ലാതെ ഹദീസ് കൊണ്ട് പറ്റൂല. ഖുർആനും ഹദീസും വൈരുദ്ധ്യമാകുമല്ലേ ആകുമോ ഇല്ലേ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. ഏതായിരുന്നാലും അദ്ദേഹം ഒരു സങ്കല്പ മസാല ഉണ്ടാക്കി വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് സമർപ്പിക്കാൻ ഒരു വിധി തന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന
വിശ്വാസരാഹിത്യങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ, അത് മടവൂരികളുടെ കൈത്തിരിയായി ഏൽപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ഒരു സങ്കല്പ മസാല ഉണ്ടാക്കി പിടിച്ചാണ് മെഹറാജ്. ഒരു ഹദീസിനെയും നിഷേധിക്കുന്നില്ല സലാം സുല്ലമി അല്ലെങ്കിൽ മടവൂരികൾ അല്ലെങ്കിൽ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകുന്ന പാർട്ടിക്കാർ എന്ന് വിശദീകരിക്കുന്ന ആളുകൾ. ഇനി അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചതായി ഉണ്ട് എങ്കിൽ അത് തെളിയിക്കൂ, അത് പറയൂ എന്ന് വാശി പിടിക്കുന്ന മുല്ലമാർ, അവരോട് ഞങ്ങൾക്ക് വെക്കാനുള്ളതും ഇതേ വിഷയം തന്നെയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സംയുക്തമായ ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയി എന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മിഅ്റാജിനെ സംബന്ധിച്ച് സലാം സുല്ലമി തന്നെ എഴുതിവിടുന്നത് മിഅ്റാജ് സ്വപ്നമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ആ മിഅ്റാജ്, റസൂലുള്ളാഹിയുടെ മിഅ്റാജ് സ്വപ്നമായിരുന്നു. നബി ഉറക്കത്തിൽ കിടന്ന് കണ്ടതാ മിഅ്റാജ്. അല്ലാതെ 7 ആകാശം കടന്നുപോയി എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഖുർആൻ വിരുദ്ധാണ്. അപ്പൊ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത് മിഅ്റാജ് സ്വപ്നമായിരുന്നുവെന്നാണ്. ഇസ്രാ ശരീരത്തോടു കൂടിയായിരുന്നുവെന്ന അഭിപ്രായം അംഗീകരിക്കുന്നത് കൊണ്ട് ഖുർആനെതിരാകുന്നില്ല. അപ്പൊ ഇസ്രാ വേണമെങ്കിൽ ശരീരത്തോടു കൂടിയാണ് സമ്മതിക്കാം. എന്നാൽ മിഅ്റാജോ, ആ മിഅ്റാജ് സ്വപ്നമായിരുന്നു. ഇതാരാ പറയുന്നത്? സാക്ഷാൽ സലാം സുല്ലമി. ഇനി അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും അദ്ദേഹം പറയാൻ, അതിന് ന്യായം പറയാൻ, മിഅ്റാജ് സംഭവം ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ഒരു ആത്മീയ ദർശനം മാത്രമാണ്. മിഅ്റാജ് നബി പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ബുറാഖ് എന്ന വാഹനത്തിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് 7 ആകാശത്തേക്കും പോയി എന്ന് പറയുന്നതിൽ മസ്ജിദുൽ അഖ്സ വരെ പോയി എന്ന് സമ്മതിക്കാം. പക്ഷേ മിഅ്റാജ് പോയി, 7 ആകാശം പോയി വന്നു, 7 ആകാശം കടന്നു വന്നു എന്ന് പറയുന്നത് സ്വപ്നമാണെന്ന നിലയിൽ സമ്മതിക്കാം. ശരീരത്തോടു കൂടിയാണെന്ന് സമ്മതിക്കാൻ തരമില്ല. എന്നിട്ട് അതിന് ഏതാനും തെളിവുകൾ അദ്ദേഹം കൊടുക്കുകയാണ്. അതിലൊന്നാമത്തെ തെളിവ്, മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് ഒരു രാത്രി കൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ചു എന്ന് അല്ലാഹു പറയുന്നു. ശരീരത്തോടുകൂടി 7 ആകാശവും തരണം ചെയ്ത് സ്വർഗം വരെ കൊണ്ടുപോയി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രസ്താവനക്ക് എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? എന്നിട്ട് വീണ്ടും പറയാ, ഒരു രാത്രി കൊണ്ട് ഒരാളെ ചൊവ്വാഗ്രഹം വരെ കൊണ്ടുപോയി കാഴ്ച കാണിച്ച് തിരിച്ചു കൊണ്ടുവന്ന വ്യക്തി തന്റെ കഴിവും പരിശുദ്ധിയും പറയാൻ വേണ്ടി ഞാൻ ഇന്നവനെ രാമനാട്ടുകരയിൽ നിന്ന് ഫറോക്ക് വരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമോ? ഇപ്രകാരം പറഞ്ഞാൽ അത് വ്യാജ വാർത്തയല്ലേ? അള്ളാഹു പഠിപ്പിക്കാണ്. ഇപ്പോ അള്ളാഹ് എങ്ങനെയാ പറയേണ്ടത്? സലാം സുല്ലമിയോട് ചോദിക്കണം. അള്ളാഹ് എങ്ങനെ പറയേണ്ടത്? സുല്ലമിയോട് ചോദിക്കണം. റസൂലുള്ള ഒരു കാര്യം എങ്ങനെ പറയണം? അത് സുല്ലമിയോട് ചോദിക്കണം. എന്നിട്ട് സുല്ലമി അതിന് ന്യായം പറഞ്ഞു തരും, മടവൂരികൾ അതിന് ന്യായം പറഞ്ഞു തരും. അതനുസരിച്ച് അള്ളാഹ് പറഞ്ഞാൽ മതി, അതനുസരിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞാൽ മതി. അല്ലാതെ അള്ളാഹ് പറഞ്ഞതുപോലെ റസൂല് പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കമല്ല. പിന്നെയോ, ഒരാളെ ചൊവ്വാഗ്രഹത്തിൽ കൊണ്ടുപോയി, എന്നിട്ട് കൊണ്ടുപോയാൽ പറയാ ഞാൻ അയാളെ ഫറോക്കിന്ന് രാമനാട്ടുകാരോട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാല് അത് അസംബന്ധല്ലേ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശം കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ മസ്ജിദുൽ അഖ്സ വരെ പോയി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ബാക്കി ഹദീസിലുള്ളത് അത് സ്വീകരിക്കാൻ സുല്ലമി ഒരുക്കമല്ല, മടവൂരികൾ ഒരുക്കമല്ല. അതുകൊണ്ട് ന്യായം പറയുന്നു, എന്നിട്ട് അതിന് ന്യായീകരണം നൽകുന്നു. എന്നിട്ട് സമൂഹ മധ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്, സലാം സുല്ലമി ഒരു ഹദീസിനെ നിഷേധിച്ചത് തെളിയിക്കാമോ? 1,1000 തെളിയിക്കാൻ തയ്യാറാണ്. ഇതിനു മുമ്പും ഈ ഉള്ളവൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മതം മറന്ന മടവൂരികൾ എന്ന പേരിൽ ഈ ഉള്ളവൻ തന്നെ പുറത്തിറക്കിയ സീഡിയിൽ ഇക്കാര്യം വിശദീകരിച്ചിട്ട് ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മടവൂരികളെ, ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തരുന്നുവെങ്കിൽ, വിശദീകരണം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തോടു കൂടി മിഅ്റാജ് പോയിട്ടുണ്ടോ ഇല്ലേ? അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇനി അഥവാ മിഅ്റാജ് എന്നത് സ്വപ്നമാണോ അല്ലേ? അത് നിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ പറയണം. അവിടെ നിങ്ങൾ സലാസുല്ലമിയുടെ കൂടാണോ ഇനി അതല്ല ഖത്തർ ഗ്രൂപ്പിന്റെ കൂടാണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഇപ്പൊ അലിമല്ലാക്ക ഉഷാറോടുകൂടി വന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ മുജാഹിദികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പാണ്. എന്നിട്ട് മൂപ്പര് കുറെ പേരിടും. അത് നമ്മുടെ ചെമ്മാട്ടാരൻ മൈസൂരിലുണ്ട്. മൂപ്പര പേരുണ്ടാക്കി കൊടുക്കണതാണ്. പക്ഷെ മൂപ്പർക്ക് പേരായിട്ട് അറിയില്ല. സെക്കരിയാക്കൽ, കാതിരിയാക്കൽ, പിന്നെന്താണ് പറപ്പൂരികൾ, പിന്നെ AP ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ പേരിടുന്നത്. ഇവിടെ മനുഷ്യന്മാർക്ക് വിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആണെങ്കിൽ, പറയാൻ പറ്റുകയാണെങ്കിൽ, കേൾക്കാൻ രസമുള്ള എന്തെങ്കിലും ആണെങ്കിലും കൊള്ളാം. പേരിടാനും അറിഞ്ഞൂടാ. യഥാർത്ഥത്തിൽ മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു 100,000 ഗ്രൂപ്പ് ഉണ്ട്. അതിലൊന്നാണ് SSF. SSF എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ തെറ്റിദ്ധരിക്കണം, ഇത് വേറെ SSF. മടവൂരികളുടെ കൂട്ടത്തിൽ SSF ഉണ്ട്, സലാസുല്ലമി ഫാൽസ്. ആ SSF ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഒരു ഖത്തർ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ മുണ്ട ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇതിനിടയിൽ വേർതിരിവും വേണം. നമ്മുടെ അലിമല്ലാടെ മുറാദൂടെ ഹാസിലാക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടം നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ SSFകാര് പറഞ്ഞ ഇപ്പൊ കേട്ടത് എന്ത്, നബി മിഅ്റാജ് പോയത് സ്വപ്നത്തിലാണ്. അപ്പൊ ഖത്തർ ഗ്രൂപ്പ് പറയണ പറ്റൂല, നമ്മൾ സമ്മതിക്കൂല. ഖത്തർ ഗ്രൂപ്പ് നേരെ വട്ടോടക്കി. ഖത്തർ ഗ്രൂപ്പ് പറയുന്നത് എന്താ കേട്ടോളൂ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം സഹാബികൾക്ക് ചൊല്ലിക്കൊടുത്തു എങ്കിൽ ഖുർആൻ അതിന് അടിവരയിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കിതിനോടൊരു സമീപനമേ ഉള്ളൂ. പൂർണ്ണ മനസ്സോടെ ഒരു സംശയവിഭാഗവുമില്ലാതെ നാം അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ സമ്മതിക്കുന്നത്? ഒന്ന്, അത് ശരീരത്തോടു കൂടി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ശരീരത്തോടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയി എന്നത് ശരീരം, സ്വപ്നമൊന്നുമല്ല, ആത്മീയമല്ല, സ്വപ്നമല്ല, ശരീരത്തോടെ. കാരണം ഖുർആൻ ഈ വിഷയം അവതരിപ്പിച്ച രീതി ശ്രദ്ധിച്ചോ നിങ്ങൾ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 1 മാസ ദൂരെ യാത്രയുള്ള ഒരു സ്ഥലത്തേക്ക് സ്വപ്നത്തിലൂടെ ഒരു യാത്രയാണെങ്കിൽ അത്ഭുതത്തോടു കൂടി പറയണം സുബ്ഹാന. അത്ഭുത സ്വരത്തിൽ സുബ്ഹാന അത്ഭുതത്തിന്റെ വാക്കാണ് സുബ്ഹാൻ. അല്ലാഹ് അറബി ഭാഷയിൽ പരിശുദ്ധനാണ് അവൻ, എന്തുമാത്രം പരിശുദ്ധൻ എന്ന പ്രയോഗമില്ല, അതിശയോക്തിയുടെ ആശ്ചര്യ പ്രകടനത്തിന്റെ. അത് പറയാൻ കാരണം ഇത് സാധാരണ സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ, നമ്മുടെ അടിമയുടെ ഭാവനയെയല്ല, സ്വപ്നലോകത്തെയല്ല, റൂഹിനെയല്ല, തന്റെ അടിമയെ കൊണ്ടുപോയി. സൂറത്തു നജ്മിലെ പ്രയോഗം മസാഗൽ ബസർ വമാ തഗ, കണ്ണ് തെറ്റിപ്പോയിട്ടില്ല, വമാ തഗ, പരിധി വിട്ടിട്ടില്ല. കണ്ടതൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള, പറഞ്ഞതൊക്കെ കണ്ടെന്ന് ഉറപ്പാ. കാണാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നോക്കിയിട്ടില്ല. അൽ ബസർ, സ്വപ്നത്തിലുണ്ടോ അങ്ങനെ? സ്വപ്നത്തിൽ പലതും കാണും, പലതും കേൾക്കും. അപ്പൊ ഖുർആന്റെ പ്രയോഗങ്ങൾ മുഴുവൻ അതാണ്. പിന്നെ ഉമ്മുഹാനി എന്തിനാ പേടിച്ചത് ഒരു സ്വപ്നം പറയാൻ? എന്തെല്ലാം സ്വപ്നത്തിനേക്കാളും വലുതൊക്കെ നമ്മൾ കാണും. ഇതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട നിലവാരത്തിലേക്ക് എത്തിയ അർത്ഥത്തിലല്ല, പൊട്ട സ്വപ്നങ്ങൾ പലതും കാണാറില്ലേ? ഉമ്മുഹാനി പേടിച്ചു, നിങ്ങൾ പറയില്ല പ്രവാചകരെ. അത് സ്വപ്നമായതുകൊണ്ടല്ല. ഖുറൈശികൾ എന്തിനെ പ്രവാചകനെ കളിയാക്കിയത്? സ്വപ്നം കണ്ട മനുഷ്യനെ കളിയാക്കുമോ? എന്തിനെ അബൂബക്കർ സിദ്ദീഖിനരികിൽ പോയി അവർ ഒരു പെരുപ്പത്തിൽ പറഞ്ഞത് സ്വപ്നം കണ്ടതിനെ പറ്റി ഇങ്ങനെ പറയണോ? അപ്പൊ സ്വപ്നമല്ല, സത്യമായും സംഭവിച്ചത് തന്നെ. അപ്പൊ സ്വപ്നമല്ല, ശരിയല്ല, SSF അത് ശരിയല്ല, സ്വപ്നമല്ല. ഖത്തർ ഗ്രൂപ്പ് പറയണത് യഥാർത്ഥം തന്നെയാണ്. ഇനി അതുകൊണ്ട് അവസാനിപ്പിക്കണില്ല, പിന്നെ അദ്ദേഹം ന്യായം പറയാണ്. ഖത്തർ ഗ്രൂപ്പ് പിന്നെയും ന്യായം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത് കേട്ടോ? ഇങ്ങനെ അവതരിപ്പിക്കാൻ പറയാൻ കാരണം നിങ്ങൾക്കൊക്കെ ഇതിൽ സംശയമുണ്ട് എന്ന അർത്ഥത്തിലല്ല. നമുക്കിത് ഉറച്ചിട്ട് വേണം ഇത് പറയാൻ. സത്യം പറ, ജീവിതത്തിൽ ഈ കഥ, ഈ സംഭവം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ മക്കൾക്ക് ആട്ടെ, ഇസ്ലാമിനെ പറ്റി ഒരു അന്യമതസ്ഥനോട് സംസാരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക, ഇത് പറയാണ്ടിരിക്കാനില്ലേ മനസ്സിലെ ബോധ്യം? അത് പറഞ്ഞാൽ അയാൾക്ക് എന്താ തോന്നുക? പറ, എവിടെ നമ്മുടെ മനസ്സിന്റെ ഉറപ്പ്? എന്റെ പ്രവാചകൻ ആകാശത്തേക്ക് യാത്ര ചെയ്തിരുന്നു എന്ന് തന്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ, എന്റെ പ്രവാചകൻ ഒരു 2 മാസത്തെ വഴി ദൂരം നിമിഷങ്ങൾ കൊണ്ട് യാത്ര താണ്ടിയിരുന്നു എന്ന് വിളിച്ചു പറയാൻ മാത്രമുള്ള ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ അവനത് പറയും. നമ്മളിത് പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ഉറപ്പ് നമ്മൾ അംഗീകരിക്കുക മാക്സിമം, അല്ലേ? മാക്സിമം ഞാനങ്ങ് സമ്മതിച്ചേക്കാം പടച്ചോന് വേണ്ടിയിട്ട്. നിങ്ങൾ പറയാത്തത് ഇതുകൊണ്ടാണെന്ന് ആരോപിക്കുകയല്ല ഞാൻ. പക്ഷേ നമ്മുടെ പലരുടെയും മനോ അവസ്ഥ നില ഇതാണ്.
അത് മാറ്റാൻ കൂടിയാ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്ത് സംശയിക്കണം? അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, റളിയല്ലാഹു അൻഹു, അങ്ങ് ദൂരെ അള്ളാന്റെ അർശിന്റെ സമീപത്ത് നിന്ന് ഞാനും നിങ്ങളും കണ്ടിട്ടില്ലാത്ത ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മലക്ക് പടച്ചവന്റെ നിർദ്ദേശങ്ങളുമായി നമ്മുടെ കാക്കൽ പ്രവാചകന്റെ അരികത്ത് വരുന്നു എന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മള്? അതെ. ആ പ്രവാചകൻ ഒരു ദിവസം ഈ മലക്കിന്റെ കൂടെ യാത്ര ചെയ്തു എന്ന് പറയുമ്പോഴേക്ക് എന്താ ഇത്ര ആശ്ചര്യപ്പെടാനുള്ളത്? അതാ നമ്മുടെ ബോധം. നമ്മൾ സർവ്വ മനസ്സോടെ ഖുർആൻ ചൊല്ലിത്തന്ന ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജറുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പറയും വിധത്തിൽ നാം ഏറ്റുപറയുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഈ SSF ആകെ പ്രശ്നം ഉണ്ടാക്കി. സലാസുൽ നബി ഫാൻസ് ആകെ പ്രശ്ന. ഇതിപ്പോ എങ്ങനെ പറയാനാ? നബി ഇപ്പൊ ആകാശത്ത് പോയി എന്നൊക്കെ പറഞ്ഞാല് ഇത് മനുഷ്യന്മാരോട് പറയാൻ പറ്റും? ഇത് ബുദ്ധിക്ക് പറ്റുമോ? അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ കേരളത്തിലെ ഹുസൈൻ കൂട്ടരും ആകെ പ്രയാസത്തില്ല. അതുകൊണ്ട് അങ്ങനൊന്നും പറയണ്ട. പിന്നെ നമുക്കിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്വപ്ന എന്നൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്യാതാ. ഖത്തർ ഗ്രൂപ്പ് പറഞ്ഞ് പറ്റൂല. നേരെ മറിച്ച് പറയണം, നമ്മുടെ ആളുടെ മനസ്സ് തന്നെ ശരിയല്ല. ഇതൊക്കെ മടവൂരിലുള്ള പറയുന്നത്. നിങ്ങളുടെ മനസ്സ് തന്നെ ശരിയല്ല. കാരണം വെച്ചാല് ഇത് പറയണ്ടെന്നുള്ളടത്താണ് നമ്മുടെ ആളുകളുള്ളത്. അതുകൊണ്ട് അത് പറ്റൂല, ഇത് കൃത്യമായി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നബിയുടെ മുന്നിൽ പോയി എന്ന് സമ്മതിക്കുന്നത് പോലെ നമ്മൾ സമ്മതിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി കൃത്യമായി മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വന്ന അലി മദനിയെ സംബന്ധിച്ചിടത്തോളം ഏതാ ശരി? നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. സലാസുൽ നബി പറഞ്ഞതും പഠിപ്പിച്ചതുമാണോ? അദ്ദേഹം പറയുന്നതാണോ? അദ്ദേഹം വിശദീകരിക്കുന്നതാണോ? ഇനി അതല്ല ഇപ്പറഞ്ഞ ഖത്തർ ഗ്രൂപ്പ് പറഞ്ഞതാണോ? ആര് പറഞ്ഞതാ ശരി? ആര് പറഞ്ഞതാ നിങ്ങളുടെ നിലപാട്? കാരണം നിങ്ങളുടെ നിലപാട് പലപ്പോഴും തീരുമാനിക്കുന്നത് സലാസുൽ നബിയാണ്. കേരളത്തില് ആ സലാസുൽ നബിയുടെ നിലപാട് വാരിപ്പുണർന്നുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ നിഷേധത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഹദീസുകളെ പുച്ഛിക്കുന്ന പ്രവണത ഈ സമൂഹത്തിൽ വളരെ ശക്തമായി നിങ്ങൾ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വിശദീകരിക്കുന്നത്. ഇനി നിങ്ങൾ വ്യക്തമാക്കണം, ഇവിടെ സലാസുൽ നബി ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലയോ? മേറാജിനെ തള്ളിയിട്ടുണ്ടോ ഇല്ലയോ? ഇനി അതല്ല, മേറാജിനെ സ്വീകരിക്കുകയാണോ ചെയ്തത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയണം. മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ സ്വീകരിക്കുമ്പോൾ അതിന്റെ വിശദീകരണമായി ഹദീസ് സ്വീകരിക്കണമെന്ന് പറയേണ്ടതിന് പകരം വിശുദ്ധ ഖുർആൻ അതാണ് നാളെ ഹുജ്ജത്തായി വരിക, അതുകൊണ്ട് തന്നെ ഹദീസ് നാളെ റബ്ബിന്റെ അടുക്കൽ ചോദ്യമായി വരികയില്ല എന്ന് വിശദീകരണം നടത്തി. ഖുർആൻ മാത്രമാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്, അതിന്റെ സംരക്ഷണമാണല്ലോ ഏറ്റെടുത്തിട്ടുള്ളത്. ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്നല്ല പറഞ്ഞിട്ടില്ല എന്ന് വാദിച്ച് ഹദീസ് നിഷേധത്തിലേക്ക്, പ്രമാണങ്ങളെ തള്ളുന്നതിലേക്ക് ഈ മുസ്ലിം ഉമ്മത്തിനെ പിടിച്ചുകൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഈ മടവൂരികൾ ചെയ്യുന്നത്. ഇത് പറയുമ്പോ നമ്മൾ ഒരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതെന്താ? അത് മറ്റൊന്നല്ല, ഈ ഖുർആൻ സ്വീകരിക്കാൻ ഇവരൊരുക്കാണോ? ഖുർആനിന്റെ ആയത്തുകളെ സ്വീകരിക്കാൻ ഇവരൊരുക്കാണോ? അല്ല. നേരെ മറിച്ച് അവിടെയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക എന്നൊരു നിലപാട്, ആ നിലപാടിലാണ് അവരുള്ളത്. വെറുതെ ഒന്നും ഇവിടെ പറയില്ല, തെളിവുകൾ സമർത്ഥിക്കാൻ ഒരുക്കാണ്. ഇനി പറയുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മടവൂരിക്ക് അങ്ങനെ ഉണ്ടോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഒരു കുറിപ്പ് ഇങ്ങോട്ട് കൊടുത്തിട്ടാൽ മറുപടി ഇവിടുന്ന് പറഞ്ഞു തരും, തെളിവങ്ങ് കാണിച്ചു തരും. അപ്പൊ ഈ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതിൽ വല്ല സംശയം തോന്നിയാൽ മടവൂരികൾ വിഷമിക്കരുത്, ചോദിച്ചു പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആനിനെ തന്നെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. ഒരിടത്തല്ല, രണ്ടിടത്തല്ല. ആ CD നാട് നീളെ ഇവർ കൊണ്ടു നടന്ന് വിറ്റു. കേട്ടോളൂ, അള്ളാഹുവിന്റെ ഖുർആനിനെ പച്ചയായി മടവൂരികൾ ദുർവ്യാഖ്യാനിക്കുന്നു. കൂട്ടരെ, നിങ്ങൾ എന്നെ വിട്ടിട്ട് ഈ പിശാചിനെ അവന്റെ സന്തതികളെ നിങ്ങൾ എന്താകണോ വലിയ രക്ഷകനായി സഹായിയാക്കി വെക്കുകയാണോ? വമാ കുന്തു, ഞാനല്ല. അല്ല പറയാം, പറ്റം പറയാം, മുത്തഹിദൽ മുഹില്ലീന, മനുഷ്യന്മാരെ വഴിതെറ്റുന്ന പിശാചിക്കളെ അതുകൊണ്ട് ആ മനുഷ്യനെ സഹായിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജലാലിന് കൊടുക്കുന്ന അർത്ഥം
ആ ശയാത്തീന അഅ്വാനം ഫിൽ ഖൽഖി ഫകൈഫ യുതിയൂനഹും. നിങ്ങൾ എന്ത് സേവ നടത്തിയാലും പൂജിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തുതരാൻ പിശാചിനെ ആക്കിയിട്ടില്ല. സൂറത്ത് കൗഫെങ്കിലും ഇവന്മാര് ശരിക്കും അർത്ഥസഹിതം പഠിച്ചാൽ മതിയായിരുന്നു. ജലാലീനിനെടുത്ത് ഓതിയാൽ മതിയായിരുന്നു. അല്ലാഹു വമാ കുന്തു മുത്തഖിദൽ മുളില്ലീന അതാണ് മനുഷ്യനെ വഴികേടിലാക്കുന്നവരെ ശൈത്താന്മാരെ ഞാൻ മനുഷ്യനെ അതൊരു സഹായം കണ്ടോ? അങ്ങനൊരു അർത്ഥം ആ ആയത്തിനില്ല. പച്ചക്കളവ് പറഞ്ഞു. ആ ആയത്തിനെ കുറിച്ച് മാത്രമല്ല, തഫ്സീർ വായിച്ചു, അങ്ങനെ അർത്ഥം ആ തഫ്സീറിലെ വാചകത്തിനില്ല. പച്ചക്കളവ് പറഞ്ഞു. എന്താ അവിടുത്തെ സംഭവം? സൂറത്ത് കഹ്ഫിലെ 51-ാമത്തെ ആയത്താ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ അശ്ഹതുഹും ഖൽഖസ് സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൽ മുളില്ലീന അളുദാ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഒരിക്കലും നാം പിശാചുക്കളെ സാക്ഷിയാക്കിയിട്ടില്ല. അവരെ സൃഷ്ടിച്ചപ്പോഴും അവർ സാക്ഷികളായിരുന്നില്ല. വമാ കുന്തു മുത്തഖിദൽ മുളില്ലീന അളുദാ. മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന പിശാചുക്കളെ ഒരിക്കലും ഞാൻ സഹായിയാക്കുകയില്ല. അല്ലാഹ് സഹായിയാക്കൂല എന്ന് പറയണേ. സുല്ലമി എന്താ? മനുഷ്യർക്ക് സഹായിയാക്കിയിട്ടില്ല എന്ന് വെച്ചു. അല്ലാഹ് സഹായിയാക്കൂല എന്ന് പറഞ്ഞത് നേരെ ഉൾട്ടടിച്ചിട്ട് മനുഷ്യർക്ക് സഹായിയാക്കിയിട്ടില്ല. എന്നിട്ടോ ജലാലിനെങ്കിലും ഒന്ന് വായിച്ചു നോക്കണ്ടേതാ. എന്താ ജലാലിനുള്ളത്? ജലാലിനെ പറഞ്ഞു അഅ്വാനം ഫിൽ ഖൽഖി ഫകൈഫ തുതിഊനഹും. എന്നിട്ട് മൂപ്പര് അർത്ഥം പറഞ്ഞു സൃഷ്ടികൾക്ക് സഹായിയാക്കിയിട്ടില്ല. അവിടുത്തെ അർത്ഥം സൃഷ്ടിപ്പിൽ സഹായിയാക്കിയിട്ടില്ല എന്നതാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹ് പിശാചുക്കളെ സഹായിയാക്കിയിട്ടില്ല. പിശാചിന്റെ സഹായം തേടിയിട്ടല്ല അല്ലാഹ് ആകാശം സൃഷ്ടിച്ചത്. പിശാചിന്റെ സഹായം തേടിയിട്ടല്ല അല്ലാഹ് ഭൂമി സൃഷ്ടിച്ചത്. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോ അല്ലാഹു പിശാചിനെ സഹായിയാക്കിയിട്ടില്ല. ഇവിടെ നേരെ തിരിച്ചർത്ഥം പറഞ്ഞു. എന്ത്? സൃഷ്ടികൾക്ക് പിശാചിനെ സഹായിയാക്കിയിട്ടില്ല. പച്ച നുണ പ്രസംഗിച്ചു. ഒരിടത്ത് പ്രസംഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അബദ്ധത്തിന് സംഭവിച്ചാണ്, അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന ഒരിടത്തല്ല. നേരെ മറിച്ച് തിരുരങ്ങാടിയിലെ പ്രസംഗം ഇപ്പൊ കേട്ടത്. അവിടുന്ന് കാസർഗോഡ് പോയി. കാസർഗോഡ് ചെന്ന് വീണ്ടും ഇതേ പ്രസംഗം, ഇതേ ആയത്ത്, ഇതേ കള്ളയർത്ഥം. ഇനി അല്ലെങ്കിലും വടവൂരുണ്ടാവുമല്ലോ, വിവരമുള്ളവരുണ്ടാവുമല്ലോ, കേൾക്കുന്നുണ്ടാവുമല്ലോ, അവർക്ക് വിശദീകരിക്കാം. കാസർഗോഡ് പോയി രണ്ടാമതും ഈ ആയത്തിന് കള്ളർത്ഥം പറഞ്ഞു. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്ക്. ഇനി മറ്റൊരായത്ത് അല്ലാഹു പറയാ, അഫതത്തഖിദുനഹു വദുരിയതഹു അവലിയാഹ മിൻ ദൂനി വഹും ലക്കും അദുമു ബിസലിൽ ളാലിമീന ബദല. നിങ്ങൾ പിശാചിന്റെയും അവന്റെ സന്തതികളെയും നിങ്ങൾ എനിക്ക് പുറമെ സഹായികളാക്കുകയാണോ? മാ അശ്ഹതുഹും ഖൽഖസ് സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസി വമാ കുന്തു മുത്തഖിദൽ മുളില്ലീന അളുദാ. മനുഷ്യനെ വഴിവേപ്പിക്കുന്ന പിശാചിനെ മനുഷ്യർക്ക് ഞാൻ ഒരിക്കലും സഹായിയാക്കി വെച്ചിട്ടില്ല. ഇവിടെ ജലാലിനി വരെ പണ്ഡിതന്മാർ നോക്കിയൊക്കെ ജലാലിനി വരെ അഅ്വാനം ഫിൽ ഖൽഖി ഫകൈഫ തുതിഊനഹു. അതായത് ജലാലിനി പറയാ മനുഷ്യരായ നിങ്ങളെ സഹായിക്കാൻ പിശാചിന് ഞാൻ കഴിവ് കൊടുത്തിട്ടില്ല. കണ്ടോ? വീണ്ടും പറയാ, ഇത് കാസർഗോഡ് പ്രസംഗിച്ചാണ്. അഅ്വാനം ഫിൽ ഖൽഖി, മനുഷ്യരായ നിങ്ങൾക്ക് സഹായിയായിട്ട് പിശാചിനെ ഏർപ്പെടുത്തിയിട്ടില്ല. പച്ചക്കളവ് പറയാ. ഇനി 2 വട്ടം കളവ് പറഞ്ഞു. ചിലപ്പോ അറിയാതെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റും. മനുഷ്യരല്ലേ, തെറ്റുപറ്റ, വായനയിൽ തെറ്റുപറ്റി, മനസ്സിലാക്കുന്ന തെറ്റുപറ്റിയാണ്. എന്നാൽ 2 കൊല്ലം മുമ്പ് ഈ ആയത്തിൽ ഇദ്ദേഹം നടത്തിയ കൈക്രിയ വളരെ വ്യക്തമായി ചൂണ്ടി ഈ ഉള്ളവൻ തന്നെ പുളിക്കൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു. അങ്ങനെ ഒരു ആയത്ത് സുല്ലമി പറഞ്ഞതുപോലെ ഒരു അർത്ഥം തെളിയിക്കാമോ? പറഞ്ഞ ജലാലിനിയുടെ വാചകത്തിന് അങ്ങനെ ഒരു അർത്ഥം തെളിയിക്കാമോ? ആ ഭാഗമാണ് അന്ന് വെല്ലുവിളിച്ച ഭാഗം. 2 കൊല്ലത്തിന് മുമ്പ് വെല്ലുവിളിച്ച ഭാഗമാണ് നിങ്ങളിപ്പോ കേൾക്കാൻ പോണത്. കേട്ടോ? മുത്തഖിദൽ മുളില്ലീന അളുദാ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മനുഷ്യന് പിശാചിനെ ഞാൻ സഹായിയാക്കി വെച്ചിട്ടില്ല. സുല്ലമിക്ക് അങ്ങനെ ഒരു അർത്ഥം അവിടെ കാണിക്കാൻ പറ്റുമോ? അത് ജലാലൈനി ഓതണം. ജലാലൈനിയിൽ കാണിക്കാൻ പറ്റുമോ? പറ്റോ? ഇല്ല. പിന്നെന്തേ? അള്ളാന്റെ ഖുർആൻ തന്നെ ദുർവ്യാഖ്യാനിക്കുന്നു. കളവ്, കളവ്, കള്ളയർത്ഥാ പറഞ്ഞത്. അങ്ങനെ അവിടെ അർത്ഥമില്ല. ഉണ്ടെങ്കിൽ സുല്ലമി പറയട്ടെ, 2 ഇത് പറഞ്ഞത്.
ഒന്ന് കാസർഗോഡ് പോയി ഇയാൾ ഒരു മുഖാമുഖം നടത്തിയപ്പോ അവിടെ ഈ ആയത്ത് ഓതി കള്ള അർത്ഥം വെച്ചു, അവിടെ ഇല്ലാത്ത അർത്ഥം വെച്ചു അവിടെ. അതുപോലെ തന്നെ CD ഇറക്കി തിരുവങ്ങാടി വെച്ചിട്ട് അവിടെയും ഈ ആയത്തിന് കളവർത്ഥം പറഞ്ഞു. എന്റെ ജലാലൈനിയെ കൂട്ടുപിടിച്ചു. ഞാൻ ചോദിക്കട്ടെ, മടവൂരുകളുടെ കൂട്ടത്തിൽ കിതാബ് വായിക്കാറുണ്ടെങ്കിൽ ജലാലി മറിച്ച് നോക്കിയോ? അങ്ങനെ ഉണ്ടോ? എന്ന് പറഞ്ഞാൽ മനുഷ്യന് പിശാചിനെ സഹായിയാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. കണ്ടോ? അപ്പൊ നമ്മൾ ചോദിച്ചു. അപ്പൊ ചോദിച്ചാൽ സ്വാഭാവികം കിതാബ് എടുത്ത് നോക്കണം, വേണ്ടേ? എന്നിട്ട് അർത്ഥം എങ്ങനെയാന്ന് പരിശോധിക്കണം. എന്നിട്ട് തെറ്റാണെങ്കിൽ തിരുത്തണം. അതല്ല ചെയ്യേണ്ടത്. പക്ഷെ ഇയാൾ ചെയ്തെന്നറിയോ? നേരെ പോയി ശബാബിലേക്ക്. കാരണം എന്ത് തോന്നിയ ദിവസം എഴുതാൻ പറ്റിയൊരു പത്രം ഉണ്ട് അവർക്ക്. എന്ത് വിഡിത്തം തോന്നിയ ദിവസം എഴുതി വെക്കാനത്. അള്ളാന്റെ ദീനൊക്കെ ചവിട്ടി പൊളിച്ചാലും ഖുർആൻ വലിച്ചെറിയാലും ഒരു പ്രശ്നമല്ല. കാരണം അമേരിക്കൻ ഇഫ്താറാ പ്രശ്നം. അമേരിക്കക്കാരാണ് നോമ്പ് തുറക്കാൻ അവര് കൊടുക്കണത്. അപ്പൊ പിന്നെ അള്ളാന്റെ ഖുർആൻ കീറിയാൽ എന്താ, ദീൻ തകർത്താൽ എന്താ, അതൊന്നും ഒരു പ്രശ്നമല്ല. നേരെ മറിച്ച് ദീപസ്തംഭം മഹാചര്യം നമുക്ക് കിട്ടണം, പണം. അവിടെ മാതാവ് വന്നു പോയാലും ഇഫ്താർ നടത്തിയാലും ഒക്കെ കണക്കാണ്. അപ്പൊ ഏതായിരുന്നാലും നേരെ മൂപ്പര് ശബാബിലേക്കാ പോയത്. എന്നിട്ട് ഈ വെല്ലുവിളി സ്വീകരിച്ചിട്ട് മറുപടി എഴുതാണ്. എവിടെ എഴുതി? 2007 ഫെബ്രുവരി 9 പുറത്തിറങ്ങിയ ശബാബായത്. ഇതിൽ പറയാ, കേട്ടോളൂ. കഹ്ഫിലെ 50-ാമത്തെ ആയത്ത് കൊടുത്തിട്ട് പറയാണ്, പിശാചിനെ സഹായികളും രക്ഷാധികാരികളും ആക്കിയാൽ അവർ നിങ്ങളെ സഹായിക്കുമെന്ന് ഈ സൂക്തത്തിന് മുസ്ലിങ്ങളിൽ ആരും അർത്ഥം നൽകിയിട്ടില്ല. സഹായിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അവർ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് അള്ളാഹു പറയുന്നതിൽ നിന്നും അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര ചീത്ത എന്ന് അള്ളാഹു വിവരിക്കുന്നതിൽ നിന്നും വ്യക്തമാണ്. അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. ആയത്തിനും അപ്പറഞ്ഞ വാചകത്തിനും അല്ലെങ്കിൽ അതിനുശേഷം വായിച്ച കിതാബിൽ ഉദ്ധരണിക്കും അങ്ങനെ അർത്ഥം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ തർക്കം. അതിനെക്കുറിച്ച് മൂപ്പര് മറുപടി കേട്ടോളൂ. ജലാലൈനിയുടെ പ്രസ്താവനയിൽ ഭാഷാ പാണ്ഡിത്യം തെളിയിച്ചത് കൊണ്ട് പിശാച് സഹായിക്കുമെന്ന് ലഭിക്കുകയില്ല. അപ്പൊ നമുക്കായി കുറ്റം. എന്ത്? അല്ല സുല്ലമി, നിങ്ങൾ പറയുന്നത് കളവാണ്, അങ്ങനെ ആയത്തിന് അർത്ഥമില്ല. ജലാലൈനിയിൽ നിങ്ങൾ വായിച്ച വാചകത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര് നമ്മളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ ഭാഷാ പാണ്ഡിത്യം തെളിയിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, ഞാൻ പറഞ്ഞെന്റെ ശരി.